എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യമാണ്. എല്ലാവരും ദൈവവചനം വേദോസം തുറന്ന് ആ വാക്യം എടുക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. ഒരിക്കൽ കൂടി നമുക്ക് ചേർന്ന് വായിക്കാം. പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ആ വലിയൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, നാം എവിടെ ആയിരിക്കുന്നുവെന്ന്. പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കല നാം ഓരോ ആരാധനയ്ക്കും ഓരോ പ്രാർത്ഥനയ്ക്കും നാം കടന്നു വരുന്നതുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ ഇന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഈ പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശു കർത്താവ് ആരാണ്? ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഈ പുണ്യാക രക്തം എന്താണ്? ഈ രണ്ട് വിഷയമാണ് ഞാൻ വളരെ പെട്ടെന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ ഹൃദയത്തോട് ദൈവം സംസാരിക്കുമാറാകട്ടെ. ദൈവവചനം പഠിക്കുമ്പോൾ യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരമാണ് കാണുന്നത്: എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവവചനം തീ പോലെയാണ്. ആമേൻ. നമുക്കറിയാം തീയുടെ ഗുണം, അത് ദഹിപ്പിക്കേണ്ടതിനെ ദഹിപ്പിക്കും, ഇല്ല വേണ്ടെന്ന് ചാരമാക്കേണ്ടതിനെ ചാരമാക്കും. അതാണ് തീ. അപ്പോൾ ദൈവവചനം എന്ന് പറഞ്ഞാൽ തീയാണ്. അത് മാത്രമല്ല, അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണെന്ന് ദൈവവചനം പഠിപ്പിക്കുക ചെയ്യുന്നത്. ഇന്ന് ആ ചുറ്റികയാകുന്ന വചനം നമ്മുടെ ഹൃദയമാകുന്ന പാറമേൽ ഒന്ന് അടിക്കുമ്പോൾ നാം ഒന്ന് തകരുവാൻ ഇടയായി തീർന്നാൽ, നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നാൽ ദൈവം നമ്മളെ പണിയുക തന്നെ ചെയ്യും. ആ ഒരു രാത്രിയായി ഇന്ന് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവാത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിയിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാകുന്നു എന്നവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നാം ആയിരിക്കുന്നത് ഇരുവാഴ്ത്തലയുള്ള ഒരു വാടിന്റെ മുമ്പിലായിരിക്കുന്നത്. ഇത് അങ്ങോട്ടും വിട്ടും ഇങ്ങോട്ടും വിട്ടും. അതുകൊണ്ട് വളരെ സന്നിധി ബോധത്തോടെ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം നാം പഠിക്കുമ്പോൾ 8-ാം അധ്യായം 28-29 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് കാണുന്നത്: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ഒരു സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. അത് മാത്രമല്ല, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു വിഷയം ദൈവസ്വരൂപത്തോട് അനുരൂപരാകുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ദൈവസ്വരൂപത്തോട് നമുക്ക് അനുരൂപരാകുവാൻ സാധിക്കുന്നത്? ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് വളരെ പെട്ടെന്ന് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം ഒരു രാജകൊട്ടാരത്തിൽ ഒരു രാജാവ് തന്റെ ചിത്രകാരന്മാരെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. അവർക്കൊരു ചിത്രം കൊടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ നൽകുന്നതായ ഈ ചിത്രം ഇതേ രീതിയിൽ തന്നെ വരച്ച് നിങ്ങൾ എനിക്ക് തിരിച്ചു നൽകണമെന്ന് പറഞ്ഞു. അപ്പോൾ രാജകൊട്ടാരത്തിലെ ചിത്രകാരന്മാര് ചിത്രം കിട്ടിയ ഉടനെ ഓടി, രാജകൽപ്പനയാണ്, വളരെ പെട്ടെന്ന് തന്നെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുവാൻ തുടങ്ങി. എന്നാൽ അതിലൊരു വ്യക്തി വളരെ ആലോചിച്ച ശേഷം കുറച്ച് ജോലിക്കാരെയൊക്കെ വിളിച്ചിട്ട് ആ ചിത്രവുമായിട്ട് ഒരു റൂമിൽ കടന്നുപോയി. ആ റൂമിൽ കടന്നുപോയിട്ട് ആ റൂമിന്റെ ഒരു ഭിത്തിയിൽ ഈ ചിത്രം തൂക്കുവാനിടയായി തീർന്നു. അതിനുശേഷം അതിന്റെ നടുവിലൂടെ ഒരു തിരശീല വലിച്ചു കെട്ടിയിട്ട് അതിന്റെ അപ്പുറമുള്ള ഭിത്തി വളരെ മനോഹരമായി മിനുക്കുവാൻ തുടങ്ങി. എല്ലാ ആ കുഴികളും ഒക്കെ അടച്ച് നല്ല രീതിയിൽ നല്ലതായിട്ട് മിനുസപ്പെടുത്തി.
രാജാവ് ചിത്രം കാണുവാൻ വന്നപ്പോൾ എവിടെയെന്ന് ചിത്രം എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ ആ തിരശീല എടുത്ത് മാറ്റിയപ്പോൾ അങ്ങേ ഭിത്തിയിൽ ഇരുന്നതായ ചിത്രം അതേ രീതിയിൽ തന്നെ ഇങ്ങേ ഭിത്തിയിൽ ആമേൻ പ്രതിഫലിക്കുവാൻ ഇടയായി തീർന്നു. ഇത് തന്നെയാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതേ രൂപമായി തന്നെ അനുരൂപരാകുവാൻ യേശു കർത്താവ് നൽകിയതായ മാതൃകളെ പിൻപറ്റുവാൻ യേശു കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ആ യേശു കർത്താവിനോട് അനുരൂപരാകുവാൻ ജീവിതത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നാം വിശ്വാസികളാണെന്ന് പറയുമ്പോൾ, വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാണെന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്നും പുറപ്പെടുന്നതായ ഫലങ്ങൾ എപ്രകാരമാണ്? ദൈവത്തിന് അനുരൂപരായി ദൈവിക സ്വഭാവമാണോ നമ്മുടെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്നത് എന്ന് നാം ശോധന ചെയ്യേണ്ടത് ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വരൂപത്തോട് അനുരൂപരായി മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വായിച്ചതായ വാക്യം, പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കലാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ആരാണ് ഈ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു കർത്താവ്? ആരാണ് യേശു കർത്താവ്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ആരാണ് യേശു കർത്താവ്? ചിലർ പറയുമായിരിക്കും, എനിക്ക് രോഗസൗഖ്യം തന്ന സൗഖ്യദായകനാണ് യേശു കർത്താവ്. സാമ്പത്തിക ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ എനിക്ക് വിടുതൽ നൽകിയവനാണ് യേശു കർത്താവ്. എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കിയവനാണ് യേശു കർത്താവ്. എനിക്ക് ഭാരങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ, എനിക്ക് പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ വഴികൾ തുറന്നവനാണ് യേശു കർത്താവ് എന്ന് നാം പറയുമായിരിക്കും. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഞാനിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് നൽകുന്ന നന്മകളെക്കാൾ അപ്പുറമായി വേദപുസ്തകം ഒരു യേശു കർത്താവിനെ പഠിപ്പിക്കുന്നുണ്ട്. ആ യേശു കർത്താവിനെ നാം എന്തുമാത്രം മനസ്സിലാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്? ആരാണ് യേശു കർത്താവ്? മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശു കൽപ്പിച്ചതുപോലെ ശിഷ്യന്മാർ ചെയ്തു. അവർ പോയി കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു, തങ്ങളുടെ വസ്ത്രങ്ങൾ അതിന്റെ മേലിട്ടു. അവിടെ കൂടിയിരുന്ന ജനം അവരുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു. അവിടെ കൂടുന്നതായ മുന്നും പിന്നുമായ ജനം ഓടിച്ചെന്ന് വൃക്ഷങ്ങളിൽ നിന്നും കൊമ്പുകൾ വെട്ടി വഴിയരിയിൽ വിരിച്ചു. ആമേൻ. അവിടെ കൂടിയിരുന്ന ജനം കർത്താവിന് ഹോശന്ന പാടിയെന്ന് ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ താഴെ ഭാഗം പഠിക്കുമ്പോൾ അവൻ നഗരത്തിൽ കയറിയപ്പോൾ നഗരം മുഴുവൻ ഇളകി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ, അവിടെ കൂടി യഹൂദന്മാരെല്ലാവരും യേശു കർത്താവിനെ അംഗീകരിച്ചവരായിരുന്നില്ല. യേശു കർത്താവ് ദൈവപുത്രനാണെന്ന് ആമേൻ അംഗീകരിക്കാത്തവർ ആമേൻ ആ നഗരത്തിൽ യേശു കർത്താവ് കയറിയപ്പോൾ ആ നഗരം മുഴുവൻ ഇളകി. എങ്കിൽ ഈ നസറേനായ യേശു കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ നാം എന്തുമാത്രം സന്തോഷിക്കണം, എന്തുമാത്രം നാം തുള്ളിച്ചാടണം. ആമേൻ. ഹല്ലേലൂയ. ആ നഗരം മുഴുവൻ ഇളകി. ആ യഹൂദന്മാർ ചോദിക്കുകയാണ്, അവിടെ ന്യായാധിപൻ ചോദിക്കുകയാണ്, ഈ നഗരം മുഴുവൻ ഇളക്കിയ ഇവൻ ആർ? ഹല്ലേലൂയ. ഈ യെരൂശലേം നഗരം മുഴുവൻ ഇളക്കിയ ഇവൻ ആരെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് കാണുന്നത്. യേശു ഫിലിപ്പിന്റെ കൈസരിയിലെത്തി. അപ്പോൾ ശിഷ്യന്മാരോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, മനുഷ്യപുത്രനെ നിങ്ങൾ ആരെന്ന് പറയുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ശിഷ്യന്മാർ പറയുന്നുണ്ട്, ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, ചിലർ ഏലിയാവ് എന്ന് പറയുന്നു, ചിലർ യെരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവ് പറയുന്നുണ്ട്, ആമേൻ, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആമേൻ, സ്തോത്രം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവ്. ഈ നഗരം മുഴുവൻ ഇളക്കുന്ന ഇവൻ ആരാണ്? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അതാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവ്.
അതിന്റെ താഴെ ഭാഗം പഠിക്കുമ്പോൾ ഇപ്രകാരമാണ് കാണുന്നത്: ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ പിതാവത്രേ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, ഞാൻ എന്റെ സഭയെ പണിയും. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഒരു അധികാര കൈമാറ്റം നടത്തുന്നുണ്ട്. അവൻ ദൈവരാജ്യത്തിന്റെ താക്കോൽ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് നൽകുന്നു. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിച്ചിരിക്കും, നീ ഭൂമിയിൽ കിട്ടുന്നത് സ്വർഗത്തിൽ കിട്ടിയിരിക്കും. ഹല്ലേലൂയ! ഈ വലിയൊരു അധികാരം ദൈവം നമുക്ക് നൽകിയപ്പോൾ എന്തുകൊണ്ടാണ് നാം അധികാരം ഉപയോഗിക്കാത്തത്? ഹല്ലേലൂയ! പലപ്പോഴും പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, രോഗങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ആമേൻ, വീഴ്ചകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട്. അധികാരം എന്തുകൊണ്ട് ദൈവജനം ഉപയോഗിക്കുന്നില്ല? നീ സ്വർഗത്തിൽ, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടിയിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിച്ചിരിക്കും. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, ആമേൻ, യേശു കർത്താവ് എന്ന വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ അധികാരത്തിൽ നിന്ന് പ്രാപിക്കുവാൻ, ആ അധികാരത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ പ്രിയ ദൈവജനത്തിന് സാധിക്കണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആരാണ് യേശു കർത്താവ്? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവ്. ഹല്ലേലൂയ! രണ്ടാമത് നാം ചിന്തിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് കാണുന്നത്: സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. യേശു കർത്താവ് ഒരു പടകിൽ കയറിയിരുന്നു, യാത്ര തുടർന്നു. ചെറു പടകുകളും പിൻചെന്നു. ആമേൻ. അവർ പോയ വഴിക്ക്, അവർ യാത്രയിലായിരുന്നപ്പോൾ കാറ്റും കോളും ഉണ്ടായി. ആമേൻ. ആ പടക് മുങ്ങുമാറി തിര, ആമേൻ, പടകിലേക്ക് തള്ളിക്കയറി. ഹല്ലേലൂയ! നമ്മുടെ ജീവിതയാത്രയിലും ഇതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതം മുക്കിക്കളയുമെന്ന് വിചാരിച്ചുകൊണ്ട് പല കാറ്റുകളും നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കും. എന്നാൽ ഒരു കാര്യം നാം മറന്നു പോകരുത്: ആ പടകിൽ നമ്മുടെ നസറേനായ യേശു കർത്താവ് ഉണ്ട്. ആ യേശു കർത്താവ് ആ പടകിൽ ഉറങ്ങുകയാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ വിളിച്ചുണർത്തേണ്ടത് നമ്മുടെ ജീവിതയാത്രയ്ക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ! ഈ ശിഷ്യന്മാർ ഇപ്രകാരം വിളിച്ചു പറയുകയാണ്: നാഥാ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുമ്പോൾ യേശു കർത്താവ് എഴുന്നേറ്റിട്ട് കാറ്റിനോട് അടങ്ങുക, കടലിനോട് അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞു. ഉടനെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്: ആമേൻ, ഈ കാറ്റിനെയും കടലിനെയും അനുസരിപ്പിക്കുന്ന ഇവൻ ആർ? ഇവൻ ആരാണ്? ഹല്ലേലൂയ! യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അതിന്റെ താഴെ ഭാഗം പഠിക്കുമ്പോൾ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, ആമേൻ, അവന്റെ ചെരുപ്പിന്റെ വാർ കുനിഞ്ഞഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ ഇപ്രകാരം പറയുന്നു: ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ! ഈ കാറ്റിനെയും ഈ കടലിനെയും അടക്കുന്ന ഈ യേശു കർത്താവ് ആരാണ്? പ്രിയ ദൈവമക്കളെ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന, എന്റെയും നിങ്ങളുടെയും പാപം ചുമക്കുന്ന, എന്റെയും നിങ്ങളുടെയും വേദനകളെ ചുമക്കുന്ന, ആമേൻ, ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഈ യേശു കർത്താവ്. ആ യേശു കർത്താവിനെ വേണം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ വലിയൊരു ബോധ്യമായിരിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. ഇത് നാം പല സുവിശേഷ പ്രസംഗങ്ങളും കേൾക്കുന്നവരാണ്, പലരുടെ മെസ്സേജുകൾ കേൾക്കുന്നവരാണ്. എന്നാൽ ഞാനൊരു കാര്യം ഈ രാത്രിയിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്: മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ, അതോടുകൂടി സകലതും ലഭിക്കും. ആമേൻ. സകലതും കിട്ടിയിട്ടല്ല അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കേണ്ടത്. ആമേൻ. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഈ കർത്താവ്. ഹല്ലേലൂയ! വീണ്ടും നാം മുന്നോട്ട് ചിന്തിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്, 4 പേർ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വരികയാണ്. യേശു കർത്താവ് ഇരിക്കുന്നതായ ഭവനത്തിലേക്ക് അവർക്ക് അടുക്കുവാൻ സാധിക്കുന്നില്ല. കാര്യം യേശു കർത്താവിൽ നിന്നും പഠിക്കുവാനും കേൾക്കുവാനും പ്രാപിക്കുവാനും അനേകർ കൂടിയിരിക്കുകയാണ്. എന്നാൽ ചുമന്നുകൊണ്ട് വന്നവർക്ക് ഈ പക്ഷപാതക്കാരനെ യേശുവിന്റെ അടുക്കൽ എത്തിക്കണം. യേശു കർത്താവ് ഇരുന്നതായ ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ചിട്ട് അവർ ആ യേശു കർത്താവിനെ അവരുടെ നടുവിലേക്ക് ഇറക്കി വെച്ചപ്പോൾ
കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു കർത്താവ് അവിടെ പ്രകാരമാണ് പറയുന്നത്, നിന്റെ പാപങ്ങൾ മോചിച്ചു തരുന്നു. ഉടനെ അവിടെ കൂടിയിരുന്നതായ ജനം ആമേൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പാവങ്ങളെ മോചിക്കുന്ന ഇവനാർ, പാവങ്ങളെ മോചിക്കുന്ന ഇവനാർ എന്ന് ചോദിക്കുന്നുണ്ട്. ആമേൻ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ 12 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ നാം ഇപ്രകാരം കാണുന്നു, എന്നോട് സംസാരിച്ച നാദം എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു നോക്കി. യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു കാഴ്ചയുണ്ട്. 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായ മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ കീർത്തോളം വെള്ളയും കണ്ണ് അഗ്നിജാലയ്ക്ക് ഒത്തതുമായിരുന്നുവെന്ന് ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവന്റെ കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമായിരുന്നു. 7 നക്ഷത്രം അവന്റെ കയ്യിലുണ്ടായിരുന്നു. അവന്റെ വായിൽ നിന്നും മൂർച്ചയേറിയ ഇരുവാഴ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നുണ്ടായിരുന്നു. അവന്റെ മുഖം സൂര്യന്റെ ശക്തിയോടെ പ്രകാശിച്ചു. ഇത് കണ്ടിട്ട് യോഹന്നാൻ മരിച്ചവനെ പോലെ ആയിരുന്നപ്പോൾ യേശു കർത്താവ് തന്റെ വലം കൈ അവന്റെ മേൽ വെച്ചിട്ട് പറയുകയാണ്, ഭയപ്പെടേണ്ട എന്ന്. എന്നിട്ട് അതിന്റെ 18-ാം വാക്യം ഇപ്രകാരമാണെന്ന് കാണുവാൻ സാധിക്കുന്നത്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പാവങ്ങളെ മോചിക്കുന്ന ഈ യേശു കർത്താവ് ആരാണ്? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവനാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ അറിയുന്ന ഒരുവനുണ്ട്, അവനെയാണ് നാം ആരാധിക്കുന്നത്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവൻ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ഇന്ന് നിരാശരായി മുന്നോട്ട് പോവുകയാണോ? പ്രതിസന്ധിയിലായിരിക്കുകയാണോ? ഞാനൊരു കാര്യം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നാം ആരാധിക്കുന്ന കർത്താവ് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവനാണ്. അവൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അവൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ആമേൻ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല അവന്റെ നിർണയ പ്രകാരമാണ്. ആകയാൽ ദൈവഹിതത്തോട് ചേർന്ന് ജീവിക്കുവാൻ നാം പഠിക്കണം. ഹല്ലേലൂയ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവനെയാണ് നാം ആരാധിക്കുന്നത്, നാം മഹത്വപ്പെടുത്തുന്നത്. ആമേൻ. ഈ യേശു കർത്താവ് ആരാണെന്ന് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. 2, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 3, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവൻ. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്, അവനുമായിട്ടാണ് നമുക്ക് സ്നേഹബന്ധമുള്ളതെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. ആമേൻ, സ്തോത്രം. 2-ാമത്തെ ഭാഗം, ആമേൻ, ഹല്ലേലൂയ. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം. ഹല്ലേലൂയ. നാം പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്. പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ യേശുവിന്റെ രക്തം എന്ന വാക്ക് നാം ഉപയോഗിച്ചും ആമേനൊക്കെ പാടാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ യേശുവിന്റെ രക്തത്തിന്റെ വില എന്താണ്? ആമേൻ. യേശു കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് കൊണ്ട്, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ഊറ്റി നൽകിയത് കൊണ്ട് ഒരു ദൈവ പൈതൽ എന്ന പദവിക്ക് നാം യോഗ്യരായി തീർന്നു. അതൊരിക്കലും നാം മറന്നു പോകരുത്. യേശു കർത്താവ് നമുക്ക് വേണ്ടി രക്തം കൊടുത്തത് കൊണ്ട്, അവൻ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നാം നമുക്കുള്ളവരല്ല, നാം യേശു കർത്താവിനുള്ളവരാണ്. ഈ പുതു നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവും ഹാബേലിന്റെ രക്തത്തെ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന് അടുക്കലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഈ രക്തം എന്താണ്? 1 യോഹന്നാൻ 1:7 വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് കാണുന്നത്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മളെ ശുദ്ധീകരിക്കുന്ന രക്തമാണ് യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. നമ്മളെ ശുദ്ധീകരിക്കുന്ന, നമ്മുടെ സകല പാപവും
സകല പാപം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പോരായ്മകളും എല്ലാ കുറവുകളും അതിനകത്ത് കടന്നു വരുന്നുണ്ട്. സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന ഒരു രക്തത്തിന്റെ അടുക്കല നാം ആയിരിക്കുന്നത്. വിശ്വാസമുണ്ടോ പ്രിയ ദൈവമക്കളെ? ഈ രക്തമാണ് നമ്മളെ വീണ്ടെടുത്തതെന്ന്. സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു രക്തമാണ് യേശുവിന്റെ രക്തം. എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് കാണുന്നത്: അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആമേൻ. അപ്പോൾ ഈ രക്തം എന്താണ്? മോചനം എന്ന വീണ്ടെടുപ്പ് നൽകുന്നതാണ്. പാപത്തിൽ നിന്ന് മോചനം, രോഗത്തിൽ നിന്ന് മോചനം, പ്രതിസന്ധികളിൽ നിന്ന് മോചനം ഒക്കെ നൽകി നമ്മളെ വീണ്ടെടുക്കുന്ന രക്തമാണ്. നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും നമ്മളെ ചേർക്കുവാൻ വാനമേഘത്തിൽ കടന്നു വരുമെന്നുള്ളതാണ്. ഒരു വീണ്ടെടുപ്പുണ്ട്. ഈ രക്തത്താലാണ് വീണ്ടെടുപ്പുള്ളത്. ഹല്ലേലൂയ. ആ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. താമസമില്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വാനമേഘത്തിൽ കടന്നു വരുവാൻ ആമേൻ കാലമായി തീർന്നിരിക്കുകയാണ്. ആ രക്തം നമ്മളെ വീണ്ടെടുക്കുന്ന രക്തമാണ്. ഈ ഭാഗം പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു സംഭവ കഥയുണ്ട്. തമിഴ്നാട്ടില് ആമേൻ ഞാനിത് കേട്ട കഥയാണ്. അപ്പോൾ ഇത് സത്യാവസ്ഥ എന്നൊന്ന് മനസ്സിലാക്കുവാൻ ഞാൻ യൂട്യൂബിലൊക്കെ തിരക്കി. അപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് തന്റെ സാക്ഷ്യം എനിക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് എനിക്ക് വളരെ ധൈര്യത്തോടെ ഈ സാക്ഷ്യം നിങ്ങളുമായി എനിക്ക് പങ്കുവയ്ക്കുവാൻ സാധിക്കും. തമിഴ്നാട്ടിലെ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. പേര് ദുട്ടയ്യ എന്നാണ്. ആര് കേട്ടാലും പേടിക്കുന്ന ഒരു പേരായിരുന്നു ദുട്ടയ്യയുടെ. താൻ യാത്ര ചെയ്തത് ഒരു വാഹന വ്യൂഹത്തിലാണ്. 5 വാഹനങ്ങളുള്ള ഒരു വാഹന വ്യൂഹത്തിലാണ് ഈ മന്ത്രവാദി യാത്ര ചെയ്യുന്നത്. അത് മാത്രമല്ല 16 പാമ്പുകൾ എപ്പോഴും തന്റെ കയ്യിൽ കാണും. സെലിബ്രിറ്റികളും രാഷ്ട്രീയക്കാരൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടി ഈ മനുഷ്യന്റെ അടുത്ത് വന്ന് പൂജകൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ കൊട്ടാര സമാനമായ ഒരു വീടാണ് അദ്ദേഹത്തിൻ്റെത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ തൻ്റെ അടുക്കൽ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: എനിക്ക് ചെറിയൊരു പൂജ ചെയ്തു തരണം, എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞു. ആട്ടെ, എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ആ മന്ത്രവാദി ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ ഇപ്രകാരമാണ് പറഞ്ഞത്: എനിക്കൊരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടം എത്ര ആ പെൺകുട്ടിയുമായിട്ട് പങ്കുവെച്ചിട്ടും അവൾ ആ ഇഷ്ടത്തിന് വഴങ്ങുവാൻ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുവാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മന്ത്രം ഉപയോഗിച്ച് അവളെ വശീകരിച്ച് എനിക്ക് സ്വന്തമാക്കി തരണമെന്ന് ഈ ദുട്ടയ്യയോട് പറയുവാനിടയായി തീർന്നു. ദുട്ടയ്യ ഇപ്രകാരം പറഞ്ഞു: ഞാൻ ചെയ്ത മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും നിസ്സാരമാണിത്. ഞാൻ ഇതിലും വലിയ മന്ത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വളരെ നിസ്സാരമാണ്. എന്നാൽ മന്ത്രം ചെയ്യണമെങ്കിൽ ഒരു കാര്യമുണ്ട്. എനിക്ക് ആ പെൺകുട്ടിയുടെ ഒരു മുടി എനിക്ക് കൊണ്ടു തരണമെന്ന് ദുട്ടയ്യ പറയുവാനിടയായി തീർന്നു. ആ പെൺകുട്ടി യാത്ര ചെയ്ത ബസ്സിൽ കയറി ഈ ചെറുപ്പക്കാരൻ ഒരു മുടിയൊക്കെ സംഘടിപ്പിച്ച് ഈ മന്ത്രവാദിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു. മന്ത്രം ഇപ്രകാരമാണ്: ഒരു വെള്ളി പാത്രത്തിൽ ഒരു നാരങ്ങ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ മുടി വെച്ചിട്ട് മന്ത്രം ചൊല്ലി ആ നാരങ്ങയും മുടിയും 2ആയിട്ട് മുറിക്കും. ആ സമയത്ത് ഈ പെൺകുട്ടി ബോധരഹിതയായി വീണ്ടും എഴുന്നേറ്റ് വരുമ്പോൾ ഈ ചെറുപ്പക്കാരനെ ഓർക്കും. അതാണ് മന്ത്രത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മന്ത്രം അതാണ്. അപ്പോൾ ഈ ദുട്ടയ്യയും തന്റെ പരിചാരകരും മന്ത്രം ചെയ്യുവാൻ വേണ്ടി തന്റെ റൂമിൽ കയറി. പകൽ സമയമാണ്, രാത്രി സമയമാണ് മന്ത്രം ചെയ്യുന്നത്. മന്ത്രം ചെയ്യുവാൻ മന്ത്രങ്ങളൊക്കെ ചൊല്ലി വാളെടുത്ത് നാരങ്ങ മുറിക്കുവാൻ തുടങ്ങിയപ്പോൾ അതിശക്തമായ ഒരു പ്രകാശം ആ റൂമിൽ കടന്നു വരുവാനിടയായി തീർന്നു. ആ വെളിച്ചത്തിൽ യേശു കർത്താവിനെ ഈ മന്ത്രവാദി കാണുകയാണ് ചെയ്യുന്നത്. താൻ വിളിച്ചു പറയുകയാണ്, യേശു, ജീസസ്, ജീസസ് എന്ന് വിളിച്ചു പറയുകയാണ്. തന്റെ കൂടെയുള്ളവരൊക്കെ ചോദിച്ചു: എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇതിലും വലിയ മന്ത്രങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു പറയുകയാണ്. യേശു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്, എനിക്ക് ഈ മന്ത്രം ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് താൻ അവിടെ ബോധരഹിതനായി വീണു. താൻ എഴുന്നേറ്റപ്പോൾ തന്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു പോയെന്ന് ആ മനുഷ്യൻ പറയുവാനിടയായി തീർന്നു. അന്ന് രാത്രിയിൽ
ആ മനുഷ്യൻ പ്രാർത്ഥന ആവശ്യമാണെന്ന് തൻ്റെ സഹചാരികളോട് പറയുകയും താൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ അവിടെ ചെറിയൊരു ആലയത്തിൽ പാസ്റ്റർമാർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട്. അന്ന് ഒരു ഓൾ നൈറ്റ് പ്രയറുള്ളൊരു ദിവസമായിരുന്നു. ഈ ദുട്ടയ്യയും സഹചാരികളും ഈ ഹോളിലേക്ക് കടന്നു ചെന്നപ്പോൾ, ഈ ചെറിയ ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെയുള്ള പാസ്റ്റർമാരൊക്കെ ഇറങ്ങി ഓടിയെന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. എന്നാൽ ആ മെയിൻ പാസ്റ്റർ മാത്രം അവിടെ നിന്നു. ആ പാസ്റ്ററോട് ദുട്ടയ്യ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. താൻ വീട്ടിൽ കടന്നു വന്നു. ദുട്ടയ്യ ഇപ്രകാരം ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും തനിക്ക് ആ മന്ത്രം ചെയ്യുവാൻ സാധിക്കാനിത്? ഇതിന്റെ രഹസ്യം എന്തെന്ന് എനിക്ക് മനസ്സിലാക്കണമെന്ന് ദുട്ടയ്യ തീരുമാനിച്ചു. ആ ചെറുപ്പക്കാരനോട് ചോദിച്ച ആ പെൺകുട്ടിയുടെ വീടൊക്കെ മനസ്സിലാക്കി ഇവർ ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നു. ചെറിയൊരു കുടിലിലാണ് അവർ താമസിക്കുന്നത്. 2 പെൺമക്കൾ, ചെറിയൊരു ഭവനം, കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കി. ആ പെൺകുട്ടിയുടെ അമ്മയോട് ഇപ്രകാരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ദുട്ടയ്യ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ മാതാവ് ഇപ്രകാരം പറഞ്ഞു, അന്ന് കോളേജിൽ പോകുന്നതിന് മുമ്പ് ഈ പെൺകുട്ടി എൻ്റെ അടുക്കൽ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ആ അമ്മ ഇപ്രകാരം ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുവിന്റെ രക്തത്താൽ ഞാൻ നിന്നെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചാണ് അന്ന് കോളേജിലേക്ക് വിട്ടത്. ഈ പെൺകുട്ടിയെ സംരക്ഷിച്ചത് യേശുവിന്റെ രക്തമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്നവരാണ്. അവർ പല രീതിയിൽ ജീവിക്കുന്നവരാണ്. അവർ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അവരുടെ തലയിൽ കൈവച്ച് യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കണം. ഓരോ ദിവസം നാം കേൾക്കുന്നതായ വാർത്തകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതായ വാർത്തകളാണ്. പല ദൈവിക കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതിന്റെയൊക്കെ കുറവ് യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം വലിയൊരു മന്ത്രവാദിയിൽ നിന്നും ഒരു പെൺകുട്ടിയെ രക്ഷിച്ചു എങ്കിൽ പ്രിയദേവകളെ, നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തുമാത്രം ഫലിക്കുമെന്ന് നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. നാം പറയാറുണ്ട്, ഇന്നത്തെ തലമുറകളെല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ദേവദാസന്മാരുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളുടെ കാര്യമൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ ദേവദാസന്മാരെ, പ്രിയ ദൈവമക്കളെ, എനിക്ക് പറയുവാനൊരു കാര്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ അവരുടെ അടുത്ത് കടന്നു ചേർന്ന് അവരുടെ തലയിൽ കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരുടെ കാലിൽ കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമുക്ക് നിലനിന്ന് പോകുവാൻ പറ്റുന്ന ഒരു ഭൂമിയിലല്ല നാം ഇന്ന് ആയിരിക്കുന്നത്. അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അനാശാസ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ, ആമേൻ. ഇന്ന് വരെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം അധൈര്യപ്പെട്ടു പോകരുതെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആകയാൽ ഈ യേശുവിന്റെ രക്തത്താൽ നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിലുള്ളവർക്ക് മുദ്രയിട്ട് പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ. ഈ പെൺകുട്ടിയെ രക്ഷിച്ച ഒരു രക്തമുണ്ട്, അത് യേശുവിന്റെ രക്തമാണ്. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുക മാത്രമല്ല, നമ്മളെ വീണ്ടെടുക്കുക മാത്രമല്ല, നമ്മളെ സംരക്ഷിക്കുന്ന രക്തമാണെന്ന് ഈ സംഭവത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. ആകയാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ. അപ്പോൾ യേശുവിന്റെ രക്തം നമ്മളെ നീതീകരിക്കുന്ന രക്തമാണ്. ലോകം നമ്മളെ നോക്കി ആമേൻ അവൻ നീതിമാനല്ല എന്ന് പറയുമ്പോൾ, ലോകം നമ്മളെ നോക്കി പഴങ്കഥകൾ പറയുമ്പോൾ, യേശുവിന്റെ രക്തം നമ്മളെ നീതീകരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുപോയ കുറവുകളെയും കുറ്റങ്ങളെയും ഓർത്ത് നാം നിരാശപ്പെട്ടു പോകുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് ഈ രക്തം നമ്മളെ നീതീകരിക്കുന്നതാണെന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. യേശുവിന്റെ രക്തം നീതീകരിക്കുന്ന രക്തമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നീതിയില്ലായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആമേൻ പാപം നിറഞ്ഞതായിരിക്കാം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ രക്തത്താൽ നീ കഴുകൽ പ്രാപിച്ചാൽ,
ഈ രക്തത്താൽ ആമേൻ ഹല്ലേലൂയ ഈ രക്തത്തിന്റെ ഒരു പങ്കാളിയായി തീർന്നാൽ നിന്നെ നീതീകരിക്കുന്ന രക്തമാണ് യേശുവിന്റെ രക്തമെന്ന് ആമേൻ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53-ാം വാക്യം വായിക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല എന്ന്. അപ്പോൾ ഈ രക്തം നമ്മുടെ ജീവിതത്തിൽ ജീവൻ നൽകുന്നതാണെന്ന് ആമേൻ യോഹന്നാന്റെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ രക്തം നമ്മുടെ ജീവിതത്തിൽ ജീവൻ നൽകുന്ന രക്തമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടും പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടും ഇത്ര ധൈര്യമായിട്ട് നമുക്ക് ദൈവസന്നിധി നിൽക്കുവാൻ സാധിക്കുന്നത്. ഇത് ജീവൻ നൽകുന്ന രക്തമാണ്. ആ രക്തത്തിന്റെ പങ്കാളികളായി തീരുവാനാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓരോ കർത്തൃമേശ എടുക്കാൻ ചെല്ലുമ്പോഴും ദേവദാസന്മാർ ഇപ്രകാരമാണല്ലോ പറയുന്നത്, നിങ്ങളെ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഇതിൽ പങ്കാളികളായി തീരുവാൻ. ഹല്ലേലൂയ. അങ്ങനെ ശോധന ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ രോഗം വരുത്തി വെക്കുന്നു. ആമേൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിക്കും രോഗത്തിനും കാരണം പലപ്പോഴും നമ്മൾ തന്നെയാണ്. നമ്മളെ തന്നെ ശോധന ചെയ്യുവാനോ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുവാനോ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ആകയാൽ ഇന്ന് രാത്രിയിൽ ഈ ജീവന്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രക്തം ആമേൻ പാപങ്ങളെ മോചിക്കുന്ന രക്തമാണ്, നമ്മളെ വീണ്ടെടുക്കുന്ന രക്തമാണ്, നമ്മളെ നീതീകരിക്കുന്ന രക്തമാണ്. അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ആമേൻ ജീവൻ നൽകുന്ന രക്തമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം ആയിരിക്കുന്നത് ഓരോ ആരാധനയ്ക്കും കടന്നു വരുമ്പോൾ ഈ വലിയൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നാം എവിടെയാണ് ആകുന്നത്? ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും ആമേൻ പുതു നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന്റെ അടുക്കലാണ് ഓരോ നിമിഷവും ഓരോ പ്രാർത്ഥനയ്ക്കും ഓരോ കൂട്ടായ്മയ്ക്കും നാം കടന്നു വരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇതിനോട് ചേർന്ന് ആമേൻ ഹല്ലേലൂയ ഒരു ചിന്തയുടെ പങ്കുവെച്ച് ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ആമേൻ, അധൈര്യപ്പെടേണ്ട കാര്യം, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ ധൈര്യം വേണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകുന്നില്ല. അപ്പോൾ ജീവിതത്തിൽ ധൈര്യം ചോർന്നു പോകുന്നതായ പല കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ അതിനു മുമ്പിൽ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകേണ്ടതായ ചില കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് പറഞ്ഞിട്ട് ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ 5-ാം അധ്യായം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ആമേൻ. നമ്മുടെ ഈ ശരീരം അഴിഞ്ഞു പോകുന്നതാണ്, ഇതിവിടെ ഉപേക്ഷിക്കേണ്ടതാണ്. എന്നാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം ദൈവം നമുക്ക് ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ആമേൻ അധൈര്യപ്പെട്ടു പോകണ്ട എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു. നാം ആരാണ് ഈ ഭൂമിയിൽ? പരദേശികളാണെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാം പരദേശികളാണ്, ഈ ഭൂമിയിൽ പരദേശികളാണെന്നുള്ള ചിന്ത അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നാം ജീവിതത്തിൽ അധൈര്യപ്പെട്ടു പോകേണ്ട കാര്യമില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാം ഒരു പരദേശവാസത്തിലാണ്. അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്, ആമേൻ, കർത്താവിനോട് അകന്ന്. അപ്പോൾ നമുക്കൊരു സ്ഥാനമുണ്ടായിരുന്നു, നാം കർത്താവിനോട് കൂടെ അല്ലെ കർത്താവിന്റെ ഒരു ഭാഗമായിരുന്നു. അവിടെ നിന്നും അകന്ന് ഈ ഭൂമിയിൽ നാം പരദേശികളാണ്. അതുകൊണ്ട് പരദേശികളാകുമ്പോൾ ഈ ഭൂമി വിട്ടേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ഭൂമിയിൽ നേടുന്നതല്ല, ഈ ഭൂമിയിൽ സമ്പാദിക്കുന്നതല്ല,
ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടവരാണ്. അതുകൊണ്ട് നാം അധൈര്യപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നോട്ടെ, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നോട്ടെ, ജീവിതം തകർന്നു പോകുന്ന സ്ഥിതി വരെ വന്നോട്ടെ, നാം ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താണ്? നാം പരദേശികളാണ്. നമുക്കൊരു ഭവനമുണ്ട്. ആമേൻ, സ്തോത്രം. നാം വന്നത് എവിടെ നിന്നാണ്? ക്രിസ്തുവിന്റെ അടുക്കൽ നിന്നാണ് കടന്നു വന്നത്. അതുകൊണ്ട് നാം എവിടേക്കാണ് പോകേണ്ടത്? ആ ക്രിസ്തുവിന്റെ അടുക്കലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് നാം അധൈര്യപ്പെട്ടു പോകരുതെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് 9-ാം വാക്യം വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ, ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. എന്തൊരു വാക്യമാണ് പ്രിയതേ മക്കളെ. ജീവിതത്തിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്ന് വരെ നമ്മളെ വിളിച്ച ഈ കർത്താവിനെ നമുക്കൊന്ന് പ്രസാദിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മുടെ ആരാധനകൾ, പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകൾ വ്യക്തിപരമായ ഉന്നമനത്തിനും വ്യക്തിപരമായ ലാഭത്തിനുമാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ അതിനപ്പുറമായി ദൈവം ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്? ദൈവത്തിന് പ്രസാദകരമാണോ നമ്മുടെ ആരാധന, നമ്മുടെ കൂട്ടായ്മ? ആമേൻ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവനെ ഞങ്ങൾ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അങ്ങനെ അഭിമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആമേൻ. ഇന്നത്തെ ആരാധന മൂലം ആമേൻ എൻ്റെ കർത്താവിന് വളരെ സന്തോഷമായി എന്ന് നാം അഭിമാനിക്കുന്നുണ്ടോ? അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ ആരാധന അല്ലെങ്കിൽ ഈ കൂട്ടായ്മ അർത്ഥവത്താകുന്നതെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ആയിത്തീരണം. ഹല്ലേലൂയ. ദൈവം എന്തിനാണ് നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്? ദൈവം എന്തിനാണ് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്? പലപ്പോഴും നാം പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പറയുന്നത് എന്തുവാണ്? ദൈവമേ, അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങനെയല്ലേ പലപ്പോഴും നാം പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അതിനപ്പുറമായി ദൈവം നമ്മളെ ഭൂമിയിലാക്കിയതിന്റെ പിന്നിൽ വലിയൊരു ഉദ്ദേശമുണ്ട് കേട്ടോ. അത് നാം മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1:28 വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1:28, ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിമേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിനെന്ന് അവരോട് കൽപ്പിച്ചു. ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? നല്ലൊരു കുടുംബമായി ജീവിക്കുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ കുടുംബമായി ജീവിക്കുവാൻ ആഗ്രഹിച്ച ദൈവത്തോട് നാം എന്താണ് ചെയ്യുന്നത്? പ്രിയ ദൈവ മക്കളെ, നല്ലൊരു കുടുംബമായി ജീവിച്ച, മാതൃകയുള്ള കുടുംബമായി ജീവിച്ച ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ചുറ്റുപാട് നാം ഒന്ന് പഠിച്ചു നോക്കിയാൽ എന്തുമാത്രം കുടുംബങ്ങളാണ് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ താമസിക്കുന്നതിന്റെ അടുത്തൊരു കുടുംബ കോടതിയുണ്ട്. ചില ദിവസങ്ങളിൽ അതിലെ യാത്ര പോലും ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെറുപ്പക്കാരാണെന്നറിയാവോ അതിന്റെ വാതുക്കൽ വന്ന് കാവൽ നിൽക്കുന്നത്. നിരാശ തോന്നും നമുക്ക് പലപ്പോഴും. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ നല്ലൊരു കുടുംബമായി, മാതൃകയുള്ള കുടുംബമായി ഈ ഭൂമിയിൽ ജീവിച്ച ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന്റെ 2-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ, ആമേൻ, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. ആമേൻ. അപ്പോൾ ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ആമേൻ, ഈ ഭൂമിയിൽ വേല ചെയ്യുവാനും ഇതിനെ കാപ്പാനും ഈ ഭൂമിയെ സംരക്ഷിക്കുവാനുമാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. എന്നാൽ നാം എന്താണ് ഈ ഭൂമിയോട് ചെയ്യുന്നത്? 3-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന്. അപ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തുവാണ്? ഈ ഭൂമിയെ നാം കാക്കണം, ഇവിടെ നാം കൃഷികൾ ചെയ്യണം, ഇവിടെ നാം അധ്വാനിക്കണം എന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ഭൂമിയെ നാം എന്തുമാത്രം ഇന്ന് വികലമാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെയും ഇവിടെയും ഉരുൾപൊട്ടുമ്പോൾ,
ആമേൻ, ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭൂമിയോട് ചെയ്തതായ, സംരക്ഷിക്കുവാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചതായ, കൃഷി ചെയ്യുവാൻ തന്നതായ, ആമേൻ, അധ്വാനിക്കാൻ തന്നതായ ഈ ഭൂമിയിൽ നാം എന്തുമാത്രം അധ്വാനിക്കുന്നുണ്ട്, ഈ ഭൂമിയെ നാം എന്തുമാത്രം സംരക്ഷിക്കുന്നുണ്ട് എന്ന് നാം ചിന്തിക്കണം. ആമേൻ. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കുവാൻ സാധിക്കത്തുള്ളൂ എന്ന ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. ആമേൻ. 5-ാം അധ്യായം 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് കാണുന്നുണ്ട്. ആമേൻ. നാം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മുമ്പിൽ ഒരു ന്യായാസനമുണ്ട്, അവിടെ നിൽക്കേണ്ടവരാണെന്നു എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം അധൈര്യപ്പെട്ടു പോകണ്ട എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. വീണ്ടും അതിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് കാണുന്നത്. അതിന്റെ 2-ാം ഭാഗം, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ആമേൻ. നിരപ്പിന്റെ ശുശ്രൂഷ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നപ്പോൾ അത് നാം ഉപയോഗിക്കാതിരുന്നാൽ ആമേൻ, നാം ഭൂമിയിൽ ആമേൻ ധൈര്യം ചോർന്നു പോകുന്നവരായി തീരും. എന്നാൽ നിരപ്പിന്റെ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ അധൈര്യപ്പെടേണ്ട എന്ന് പൗലോസ് അപ്പോസ്തലൻ ഞാൻ പഠിപ്പിക്കുന്നു. അതിന് 20-ാം വാക്യം വായിക്കുമ്പോൾ, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അപ്പോൾ നാം ആരാണ് ഈ ഭൂമിയിൽ? ക്രിസ്തുവിന് പകരമായി നിൽക്കുന്ന സ്ഥാനാപതികൾ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പ്രതിനിധികളാണ് ഞാനും നിങ്ങളും എന്നുള്ളതായ ഒരു ബോധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ക്രിസ്തുവിന്റെ പ്രതിനിധികളാണ് നമ്മുടെ നാം എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നാം അധൈര്യപ്പെട്ടു പോകണ്ട എന്ന് പൗലോസ് അപ്പോസ്തലൻ നാം പഠിപ്പിക്കുക ചെയ്യുന്നത്. പ്രിയ ദൈവമക്കളെ, നമുക്കൊരു നിമിഷം നമ്മളതിന്റെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു പുണ്യാക രക്തം നമുക്കുണ്ട്. പൊതുനിയമത്തിന്റെ മധ്യസ്ഥനായ ഒരു യേശു കർത്താവുണ്ട്. ഈ യേശു കർത്താവിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുന്നുവെങ്കിൽ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് ക്രിസ്തു എന്ന് നാം അംഗീകരിക്കുന്നുവെങ്കിൽ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് യേശുവെന്ന് നാം അംഗീകരിക്കുന്നുവെങ്കിൽ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവരെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന് നാം അംഗീകരിക്കുന്നുവെങ്കിൽ, അവൻ നമ്മളെ വിടുവിക്കും, അവൻ നമ്മളെ വഴി നടത്തും, യാതൊരു സംശയവുമില്ല. ഈ യേശുവിന്റെ രക്തം സകല പാപവും പോക്കുന്നതാണ്, നമ്മളെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്, നമ്മളെ നീതീകരിക്കുന്ന രക്തമാണ്, നമ്മളെ വീണ്ടെടുക്കുന്ന രക്തമാണ്. ആമേൻ. അത് മാത്രമല്ല, നമ്മളെ സംരക്ഷണ ചെയ്യുന്ന രക്തമാണ്. ആ രക്തത്തിന്റെ അടുക്കലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കുന്ന നാം ഒരിക്കലും അധൈര്യപ്പെട്ടു പോകേണ്ട കാര്യമില്ല. കാരണം നമുക്കൊരു ഭവനം കർത്താവ് ഒരുക്കുന്നുണ്ട്. ഞാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളുമെന്നാണ് ഈ അരുമനാഥൻ അരുളി ചെയ്തത്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ടതായ കാര്യമില്ല. അത് മാത്രമല്ല, നാം ഈ ഭൂമിയിൽ പരദേശികളാണ്. അതുകൊണ്ട് നാം അധൈര്യപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ദൈവത്തെ ജീവിതത്തിൽ പ്രസാദിപ്പിക്കുന്നവരായി തീരണം. അത് മാത്രമല്ല, നാം എപ്പോഴും ചിന്തിക്കേണ്ട ചിന്ത, കർത്താവിന്റെ മുമ്പിൽ, ന്യായാസനത്തിന് മുമ്പിൽ നാം നിൽക്കേണ്ടവരാകുന്നു. ഒരു നിരപ്പിന്റെ ശുശ്രൂഷ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അത് മാത്രമല്ല, നാം ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ പ്രതിനിധികളാണ്. ആമേൻ. ഈ വചനം കൊണ്ട് ദൈവം നമ്മളെ ആമേൻ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വചനത്തിൽ ഞാൻ വിരാമം കുറിക്കുകയാണ്. എനിക്ക് നീണ്ട അവസരം നൽകിയതായ പ്രിയ സിസ്റ്ററോടും ഈ കൂട്ടായ്മയുടെ എല്ലാ ഭാരവാഹികളോടും നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും തളർന്നു പോകാതെ ഈ രക്തത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ദൈവമക്കളായി നിങ്ങളെ ഓരോരുത്തരെയും ആമേൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ശത്രുവിന്റെ സകല സർവായുധ വർഗങ്ങളെയും കാൽവരി ക്രൂശിൽ അടിയുറപ്പിച്ച യേശു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.